Good morning and welcome back to another class. Today we are going to take up a chapter Consignment Accounts. This chapter is common for CA, CMA Foundation as well as CMA Intermediate. CMA Intermediate and CMA Foundation study material almost same contents but we can expect increased level of journal entries or ledger preparation in CMA Intermediate. CMA Intermediate കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്റ്റെൻസീവ് പ്രോബ്ലംസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. CA സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണ് കൺസൈൻമെന്റ് ആസ് എ ചാപ്റ്റർ പഠിക്കാനുള്ളത്. സോ എക്സ്റ്റെൻസീവ് ആയിട്ട് ഫൗണ്ടേഷനിൽ തന്നെയാണ് നമ്മൾ CAയിൽ കൺസൈൻമെന്റ് അക്കൗണ്ട്സ് പഠിക്കുന്നത്. പിന്നെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ ലെവലിലേക്കൊക്കെ വരുമ്പോൾ ചില ക്വസ്റ്റ്യനിന്റെ ഭാഗമായിട്ട് തന്നെ കൺസൈൻമെന്റിന്റെ ചെറിയൊരു പോർഷൻ ജേർണലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലെഡ്ജറിന് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാനോ ഒക്കെ വന്നിരിക്കാം. സോ മേക്ക് ഷുവർ whoever or which stream you belong to, either CA or CMA Foundation or CMA Intermediate, എല്ലാവർക്കും കവർ ചെയ്യുന്ന എക്സ്റ്റെൻസീവ് ക്ലാസ് ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ് us start. Consignment account. So നമുക്കൊരു എക്സാമ്പിൾ വഴി കൺസൈൻമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. So imagine Mr. A is having a business in Chennai. His business is to sell shoes. Leather shoes അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നതാണ് ഇയാളുടെ ബിസിനസ് എന്ന് വിചാരിക്കുക. Currently he sells only in Chennai, but he wants to increase his horizon or increase his business. അയാൾക്ക് വേറെ സ്ഥലങ്ങളിലേക്കും ഇയാളുടെ ബിസിനസ്സിനെ കൊണ്ടുചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. Imagine his target is Pune, or any other state. ഇയാൾക്ക് ഈ ഗുഡ്സ് അവിടെ വിൽക്കണമെങ്കിൽ ഇയാൾ ചെന്നൈയിൽ നിന്ന് മിസ്റ്റർ എക്ക് ചെന്നൈയിൽ നിന്നുള്ള ഇയാളുടെ ബിസിനസ് പൂനെയിലേക്കും കൂടെ വൈഡൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് ഡയറക്റ്റ്ലി പൂനെയിൽ പോയി ഈ ഷൂ സെല്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് ഇയാൾക്ക് കോസ്റ്റ്ലി ആണ്. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ പൂനെയിൽ ഇയാൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്പേസ് റെന്റലിനെടുത്തോ വാങ്ങിച്ചോ അവിടെ ഒരു ഷോപ്പ് പോലെ ഉണ്ടാക്കി അത് വിൽക്കണം അല്ലേ. അപ്പൊ ആ വിറ്റ് കിട്ടുന്ന സെയിൽസ് അയാൾ മാർക്കറ്റ് അനാലിസിസും അയാളുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽസും ബേസ്ഡ് ഓൺ ദിസ് ന്യൂ ബ്രാഞ്ച് ഇഫ് ഹി ഓപ്പൺസ് എടുത്തു നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാൾക്ക് അങ്ങനെ ഒരു ബ്രാഞ്ച് പോലെ ഓപ്പൺ ചെയ്താൽ അത്ര ലാഭകരമായിരിക്കില്ല ഈ ബിസിനസ്. ചെന്നൈയിൽ കിട്ടുന്ന അതേ ലാഭം പൂനെയിൽ കിട്ടണമെന്നില്ല. സോ അയാൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സിറ്റുവേഷൻ wherein he wants to widen his business but still earn a pretty good amount of profit as he has expected. അല്ലെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടണം, എന്നാൽ അധികം ചെലവ് വരാനും പാടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മിസ്റ്റർ എക്ക് എന്ത് ചെയ്യാം? മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യാം. ലെറ്റ് us assume that is മിസ്റ്റർ ബി ഇൻ പൂനെ. പൂനെയിലുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? മിസ്റ്റർ എയുടെ പ്രോഡക്ട്സ് ആയ ഈ ലെതർ ഷൂസ് മിസ്റ്റർ ബി പൂനെയിൽ മാർക്കറ്റ് ഉണ്ടാക്കി പല കസ്റ്റമേഴ്സിനെയും കണ്ടുപിടിച്ച് വിൽക്കണം. Yeah. So Mr. B is ideally selling these leather shoes for whom? For Mr. A. ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മിസ്റ്റർ എ ചെന്നൈയിലാണുള്ളത്. അയാൾക്ക് ലെതർ ഷൂസിന്റെ ബിസിനസ് ആണ്. അയാൾ ഇപ്പോൾ ചെന്നൈയിൽ മാത്രമേ സാധനങ്ങൾ വിൽക്കുന്നുള്ളൂ. പക്ഷെ അയാൾക്ക് പൂനെയിലും കൂടെ മാർക്കറ്റ് പിടിച്ച് അവിടെയും കൂടെ ഇയാളുടെ ലെതർ ഷൂസ് വിൽക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അയാളുടെ ബിസിനസ് അയാൾ വൈഡൻ ചെയ്യണമെങ്കിൽ അയാൾ മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് ആ മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടുന്നത്? മിസ്റ്റർ എ തന്നെ പൂനെയിൽ പോയി മാർക്കറ്റ് കണ്ടുപിടിച്ച ആ ലൊക്കേഷന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അതായത് ആൾക്കാരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള
അനാലിസിസ് ഒക്കെ നടത്തി ലെതർ ഷൂസ് വിൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ കൂടി അവിടെ വരെ എത്താൻ അയാൾ ഇൻകർ ചെയ്യാൻ പോകുന്ന എക്സ്പെൻസുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിസ്റ്റർ എക്ക് പൂനെയിൽ തന്നെയുള്ള അവിടുത്തെ ലൊക്കേഷൻസ് അറിയാവുന്ന, അവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ടേസ്റ്റും ഒക്കെ അറിയാവുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്ത് അയാൾ വഴി ഫൈനൽ കസ്റ്റമറിലേക്ക് ഈ സാധനങ്ങൾ വിൽക്കുന്നതാണ് എളുപ്പമെന്ന് ഇയാൾക്ക് മനസ്സിലായി. അതിനു വേണ്ടി ആ ഒരു ബിസിനസ് അപ്പോൾ വൈഡൻ ചെയ്യാൻ വേണ്ടി മിസ്റ്റർ എ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് മിസ്റ്റർ ബി. ഈ ഒരു പ്രോസസ്സാണ് കൺസൈൻമെന്റ് ഇൻ സിമ്പിൾ ടേംസ്. കൺസൈൻമെന്റ്. സോ ഇവിടെ എന്താണ് നടക്കുന്നത്? മിസ്റ്റർ എ ചെന്നൈയിൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, എന്നിട്ട് മിസ്റ്റർ ബി പൂനെയിലുള്ള ബിക്ക് കൊടുത്തു വിടുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കൊടുത്തു വിടുന്നു എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. കൊടുത്തു വിടുന്നു എന്ന് വെച്ചാൽ എന്താണ്? സെൻഡ്, അയക്കുക അല്ലെ? ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കൺസൈൻമെന്റ് ഓൾസോ. മിസ്റ്റർ ബിക്ക് മിസ്റ്റർ എ അയാളുടെ ലെതർ ഷൂസ് അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ, വിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദീസ് ആർ ടു ഡിഫറെന്റ് ടേംസ്. നമ്മുടെ സാധാരണ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ, ഇപ്പം ചെന്നൈയിലാണ് നിങ്ങളുടെയൊക്കെ ലൊക്കേഷൻ എന്ന് വിചാരിക്കുക. നിങ്ങൾ എയുടെ ഷോപ്പിൽ ചെന്ന് ലെതർ ഷൂ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എ എന്ത് ചെയ്യും? അയാളുടെ ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെതർ ഷൂ വിൽക്കും അല്ലെ? അവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറുതെ അന്ന് 2 ദിവസം ഉപയോഗിച്ചിട്ട് അല്ലെ എങ്ങനെയുണ്ടെന്ന് നോക്കാനാണോ പറയുന്നത്? അല്ല, നിങ്ങൾക്ക് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ ഐഡിയലി ഒരു ക്യാഷ് ബേസിസിലായിരിക്കും ഈ ലെതർ ഷൂസ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഗുഡ്സിന് എന്ത് സംഭവിക്കും? ഗുഡ്സ് എന്ന് വെച്ചാൽ ഈ ലെതർ ഷൂസിന് ഇതിന്റെ ഓണർ ആരായി മാറി? നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരുമാണ് ചെന്നൈയിൽ പോയി ഇത് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾ ഓരോരുത്തരുമായി ആ പ്രോസസ്സ് ലെതർ ഷൂസിന്റെ ഓണർ മിസ്റ്റർ എ സെല് ചെയ്ത് കഴിഞ്ഞു, വിറ്റ് കഴിഞ്ഞു. പൊസഷനും ഓണർഷിപ്പും നിങ്ങളുടെ കയ്യിലാണ്. എന്നാൽ കൺസൈൻമെന്റിൽ സെല്ലിംഗ് അല്ല നടക്കുന്നത്. മറ്റൊരു ലൊക്കേഷനിൽ ഒരു ആളെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രോഡക്ട്സ് വിൽക്കാൻ, അതായത് ലെതർ ഷൂസ് ഒക്കെ വിൽക്കാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. സോ ഇൻ കൺസൈൻമെന്റ് there is only the transaction of sending goods happening. The goods are just sent, never sold. Sales അല്ല ഇവിടെ നടക്കുന്നത്, ഗുഡ്സ് അയക്കുകയാണ്. അതാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെയും അർത്ഥം. ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി ഈ ബിസിനസ് ചെയ്യുന്ന എ ഗുഡ്സ് അയച്ച് ബിക്ക് കൊടുക്കുന്നു. ഇവിടെ എ ആണ് പ്രിൻസിപ്പൽ, അതായത് ഈ പെർട്ടിക്കുലർ എഗ്രിമെന്റിന്റെ principal, main ആണ്, and B acts as an agent on behalf of Mr. A. In consignment, this principal is known as or termed as consignor, and agent Mr. B will be termed as consignee. ഇത്രയും ക്ലിയർ ആയല്ലോ? മിസ്റ്റർ എ സെൻഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി ആസ് പാർട്ട് ഓഫ് കൺസൈൻമെന്റ് പ്രോസസ്. അപ്പൊ ഇവിടെ ഗുഡ് സെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മിസ്റ്റർ എ കൺസൈൻ ആസ് പാർട്ട് ഓഫ് കൺസൈൻമെന്റ് സെൻഡ് ഗുഡ്സ് ടു മിസ്റ്റർ ബി, എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിഫൈൻ ചെയ്യാം. ഇനി ഈ സാധനങ്ങളെല്ലാം മിസ്റ്റർ ബി ഏജന്റിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ബി എന്ത് ചെയ്യണം? പല ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക്, കസ്റ്റമർ എക്സ് വൈ Z അങ്ങനെ പല കസ്റ്റമറിലേക്കും വിൽക്കണം, സെയിൽസ് നടത്തണം. ഇവിടെ നടക്കുന്നത് സെയിൽസ് ആണ്. നടത്തുന്ന ആൾ ആരാണ്? ബി. പക്ഷെ ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? മിസ്റ്റർ എക്ക് വേണ്ടി. സോ എ ബിയുടെ കയ്യിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ റിസീവ് ചെയ്യുന്ന ഗുഡ്സ് ബി പല കസ്റ്റമേഴ്സിലേക്ക് സെൽ ചെയ്യുന്നു. ആ സെയിൽസ് അയാൾ നടത്തുന്നത് മിസ്റ്റർ എക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾക്ക് കുറച്ച് പോയിന്റ്സ് സമ്മറൈസ് ചെയ്തെന്ന് ആദ്യമേ പറയാം. എ എന്താണ് ആദ്യം ചെയ്യുന്നത്? സെൻഡ് ഗുഡ്സ് ടു or sending goods to agent. ഇവിടെ ഏജന്റ് അല്ലെങ്കിൽ കൺസൈനി, കൺഫ്യൂഷൻസ് ചിലപ്പം ഈ കൺസൈനർ കൺസൈനി എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ മനസ്സിലാക്കുക, കൺസൈനി ഈസ് ഓൾവേസ് ദ ഏജന്റ്. സെൻഡിങ് ഗൂഡ്സ് ടു ഏജന്റ്. ഈ ഏജന്റിന്റെ കയ്യിൽ ഈ ട്രാൻസാക്ഷൻ എങ്ങനെ വരും?
receiving goods from the consignor or principal. And then what happens? Mr. Sorry, point number 1 for consignee. ഇനി കൺസൈനി അടുത്തത് എന്ത് ചെയ്യണം? കൺസൈനി മിസ്റ്റർ എയുടെ ബിഹാഫിൽ പല കസ്റ്റമേഴ്സിലേക്കും ഗുഡ്സ് സെൽ ചെയ്യണം. സെല്ലിംഗ് ഗുഡ്സ് ടു ഡിഫറെന്റ് കസ്റ്റമേഴ്സ് on behalf of principal or consignor, അല്ലെങ്കിൽ ഈ കേസിൽ മിസ്റ്റർ എ. ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻസ് ക്ലിയർ ആയല്ലോ. ഇനി ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ ഓർ കൺസൈനർ. അപ്പോൾ കൺസൈനറിന്റെ ബുക്സിൽ എന്ത് സംഭവിക്കും? ഈ സെയിൽസ് ഒക്കെ റെക്കോർഡ് ആവും. സെയിൽസ് ഡൺ ബൈ ഏജന്റ് will get recorded in books of Mr. A. Gets recorded or accounted. ഇനി ഈ ഒരു ട്രാൻസാക്ഷനിൽ എ കുറെ സാധനങ്ങൾ ബിക്ക് കൊടുത്തു, ബി അത് പൂനെയിലുള്ള പല കസ്റ്റമേഴ്സിനും വിറ്റു. ഇത് ആർക്ക് വേണ്ടിയാണ് വിൽക്കുന്നത്? എക്ക് വേണ്ടി. അപ്പൊ എയുടെ അക്കൗണ്ട്സിൽ അല്ല എയുടെ കണക്കിലാണ് നമ്മൾ ഈ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടമാണ്. അതായത് വെറുതെ മീഡിയേറ്റർ ആയിട്ട് ഇരിക്കുക മാത്രമാണോ ബി ചെയ്യുന്നത്? അല്ല. ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ ബി സമ്മതിക്കണമെങ്കിൽ ബിക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു റിട്ടേൺ വേണം. ആ റിട്ടേൺ ആണ് കമ്മീഷൻ. വിച്ച് മീൻസ് ഈ സെയിൽ ഓഫ് ഗൂഡ്സ് ഇസ് നോട്ട് ദ ഇൻകം ഫോർ മിസ്റ്റർ ബി. പക്ഷെയോ ആ വിൽക്കുന്ന എല്ലാ സെയിൽസിന്റെയും ഒരു ബേസിസിൽ ഈ പ്രിൻസിപ്പൽ എഗ്രി ചെയ്യുന്ന ഒരു കമ്മീഷൻ കാണും. ദാറ്റ് ഈസ് ദ ഇൻകം ഫോർ മിസ്റ്റർ ബി. receives commission from consignor or principal. Clear ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ബി ചെയ്യണമെങ്കിൽ ബിക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ എയുടെ കയ്യിൽ നിന്ന് കിട്ടണം. ആ കിട്ടുന്ന റിട്ടേൺ ആണ് കമ്മീഷൻ. സോ ദിസ് കമ്മീഷൻ ഇസ് ആൻ എക്സ്പെൻസ് ഫോർ principal Mr. A. Commission paid to agent. So this is the gist. And then finally one more point. നമ്മൾ വീണ്ടും ഈ പോയിന്റ്സ് ഒക്കെ ഇൻ ഡീറ്റെയിൽ അക്കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണ്, കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ പഠിക്കും. ഇനി മിസ്റ്റർ എ ബിക്ക് ഇമാജിൻ 10 ഷൂസ് ആണ് കൊടുത്തു വിട്ടത്. ഇനി ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. മിസ്റ്റർ ബിക്ക് കസ്റ്റമർ എക്സ് ആൻഡ് വൈ സെഡിന് കൊടുത്തു. എല്ലാവരും 2 ഷൂ വീതം വാങ്ങിച്ചെന്ന് വെക്കുക. എന്നാൽ ഈ 3 കസ്റ്റമേഴ്സും കൂടെ 2 ഷൂ വീതം വാങ്ങിച്ചാൽ എത്രയായി? 6 ഷൂസ്. വിച്ച് മീൻസ് ബാക്കി 4 ഷൂസ് ആരുടെ കയ്യിലുണ്ട്? റിമൈനിങ് ആയിട്ട് മിസ്റ്റർ ബിയുടെ കയ്യിലുണ്ട് അല്ലെ? ആ ഷൂസ് ആരുടെ അസറ്റ് ആണ്? ഇപ്പൊ കൺസൈൻമെന്റ് എന്ന് പറയുന്ന പ്രോസസ് ഇല്ലായിരുന്നെങ്കിൽ മിസ്റ്റർ എയുടെ ബിസിനസ്സിൽ നിന്ന് മാത്രം ആലോചിക്കാം. 10 ഷൂ ഉണ്ടായിരുന്നു, അത് 3 കസ്റ്റമേഴ്സിനായിട്ട് 2 എണ്ണം വീതം വിറ്റു. അപ്പൊ 6 എണ്ണം അവർ കൊണ്ടുപോയി. ബാക്കി 4 ഷൂ എന്തായി? വർഷ അവസാനം കണക്കെടുക്കുമ്പോൾ എന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, കാരണം അടുത്ത വർഷം എനിക്കത് വിൽക്കാം. ഇവിടെ ഈ കൺസൈൻമെന്റ് പ്രോസസ്സിൽ മിസ്റ്റർ ബിയുടെ കയ്യിലാണ് 10 ഷൂസും വന്നത്. ആ 10 ഷൂസിൽ 6 എണ്ണം XYZ വാങ്ങിച്ചു. ബാക്കി 4 ഷൂസ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മിസ്റ്റർ ബിയുടെ കയ്യിൽ. പക്ഷെ ഇത് ആരുടെ ഷൂസ് ആണ്, അല്ലെ ആർക്കാണ് ഇതിന്മേൽ അവകാശം അല്ലെ ഓണർഷിപ്പ് ഉള്ളത്? മിസ്റ്റർ എയുടെ കയ്യിൽ. സോ വി ഹാവ് ടു നൗ റെക്കോർഡ് ദി നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് unsold goods at the end of the financial year lying with the consignee
will be accounted as closing stock of consignor. Closing stock of consignor ആണ്. പക്ഷെ നമ്മൾ അതിനെ ബൈഫിക്കേറ്റ് ചെയ്ത് അറിയാൻ കൺസൈൻമെന്റ് വഴി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നെയിം ചെയ്യും സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അല്ലെ കൺസൈൻമെന്റ് സ്റ്റോക്ക്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ബൈഫിക്കേറ്റ് ചെയ്യുന്നത്? എക്ക് ചെന്നൈയിലും ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെയും കുറച്ച് ഗുഡ്സ് കാണും, അതിൽ കുറച്ച് പോർഷൻ അൺസോൾഡ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. സോ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിൽ എയുടെ കയ്യിൽ ചെന്നൈയിൽ അയാളുടെ സ്വന്തം ഷോപ്പിലുള്ള കുറച്ച് ഷൂസും ക്ലോസിംഗ് സ്റ്റോക്കിൽ കാണും. പൂനെക്ക് അയച്ചു കൊടുത്തിട്ട് വിൽക്കാതെ കിടക്കുന്ന ഈ 4 ഷൂവും ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണും. പക്ഷെ ഈ 4 ഷൂസ് അയാളുടെ കയ്യിലല്ല ഉള്ളത്, അതായത് മിസ്റ്റർ എയുടെ ചെന്നൈ ഷോപ്പിലല്ല ഉള്ളത്, പകരം ബിയുടെ ഗോഡൌണിലുള്ള പൂനെയിലാണുള്ളത്. ബട്ട് ഓണർഷിപ്പ് സ്റ്റിൽ ലൈസ് വിത്ത് എ. സോ വി വിൽ ടേം ഇറ്റ് ആസ് സ്റ്റോക്ക് ഓൺ കൺസൈൻ. അതായത് എന്റെ സ്റ്റോക്ക് ആണ്, പക്ഷെ ഇറ്റ് ഈസ് ലൈയിങ് വിത്ത് ദ കൺസൈനി ഇൻ ഹിസ് ഗോഡൌൺ. സോ അതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കൺസൈനറിന്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. ഇതാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്ന എൻറ്റയർ ട്രാൻസാക്ഷൻ. എ പേഴ്സൺ വാണ്ട്സ് ടു transact in other locations or do trade business in other locations also. Example point of view പറയണം. അപ്പോൾ generally enter ചെയ്യുന്ന ഒരു business agreement ആണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. കൺസൈൻമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം ടു സെൻഡ്, അയക്കുക എന്നാണ്. നെവർ സെൽ. അപ്പോൾ ഒരാൾ അയാളുടെ ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് ബിസിനസ് നടത്തണമെങ്കിൽ ആ പുതിയ ലൊക്കേഷനിൽ അല്ലെ രണ്ടാമത്തെ ആ പ്ലേസിൽ ഒരു ഏജന്റിനെ കണ്ടുപിടിക്കും. ആ ഏജന്റ് ആണ് ഈ എൻറ്റയർ പ്രോസസ്സിലെ കൺസൈനി. And the person who wants to do this business arrangement is the principal. The principal എത്രയാണോ ഗുഡ്സ് അവിടെ വിൽക്കാൻ അയാൾക്ക് പ്ലാൻ ഉള്ളത്, അല്ലെങ്കിൽ അയാളുടെ എസ്റ്റിമേറ്റ് വെച്ചിട്ട് കുറെ ഗുഡ്സ് ഏജന്റിന് അയച്ചു കൊടുക്കും. ഏജന്റ് ഈ ഗുഡ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് ഇത് വിൽക്കണം. വിറ്റ് കഴിഞ്ഞിട്ടും ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിംഗിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മുഴുവൻ ഒറിജിനൽ പ്രിൻസിപ്പളിന്റെ സ്റ്റോക്ക് ആയിട്ട് തന്നെ വേണം റെക്കോർഡ് ചെയ്യാൻ. പക്ഷേ വി വിൽ ബൈഫിക്കേറ്റ് ഇറ്റ് ഫ്രം അതർ ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ദീസ് ആർ സ്റ്റോക്ക് അറൈസിംഗ് ഔട്ട് ഓഫ് കൺസൈൻമെന്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ ഷോപ്പ് ഓർ ഗോ ഡൗൺ ബട്ട് വിത്ത് മൈ കൺസൈനി ഇൻ ഹിസ് ഗോ ഡൗൺ. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നത് വഴി സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും പ്രിൻസിപ്പൾ ആയിരിക്കും. പക്ഷെ അത് നടത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിനൊക്കെ കണ്ടുപിടിക്കുന്നത് ഏജന്റ് ആയിരിക്കും. അപ്പൊ ഏജന്റ് ഇത് വെറുതെ ആയിരിക്കുകയല്ല ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അയാൾക്കും കുറെ വർക്ക് കാണും. ഈ കസ്റ്റമേഴ്സിനൊക്കെ കണ്ടുപിടിച്ച് മാർക്കറ്റിംഗ് നടത്തി പല എക്സ്പെൻസുകളും ഇൻകർ ചെയ്തിട്ടായിരിക്കണം ബി ഓരോ സെയിലും നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യണമെങ്കിൽ ബി വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുമോ? ഇല്ല. ബി ഒരു റിട്ടേൺ ആഗ്രഹിക്കുന്നു. ആ റിട്ടേൺ ആണ് കമ്മീഷൻ. ആ കമ്മീഷൻ ആരാണ് കൊടുക്കേണ്ടത്? എ ആണ് ബിക്ക് കൊടുക്കേണ്ടത്. So this is the consignment in a nutshell. ഇനി ഈ പറഞ്ഞത് വെച്ചിട്ട് ഒരു പോയിന്റ് കൂടെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടെ റീഫ്രെയിം ചെയ്യാം. കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ ഗുഡ്സ് ബിക്ക് അല്ലെ ഏജന്റിന് കിട്ടിയാലും, അതായത് പൊസഷൻ ഏജന്റിന്റെ കയ്യിലാണെങ്കിലും ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ്? എയുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ കയ്യിൽ തന്നെയാണ്. ഇത്രയും പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് കൺസൈൻമെന്റിനെ ഒരു സെയിൽ ട്രാൻസാക്ഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ if you can just refer your text given. So നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ നിന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 it's talking about differentiate between sale and consignment. ഈ 3 തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാണ്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. ഇവിടെ നമ്മൾ ആ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഞാനൊരു റിട്ടൺ നോട്ട് ആയിട്ട് തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് കൺസൈൻമെന്റ്. ആദ്യത്തെ ഡിഫറൻസ് എന്തായിരുന്നു? കൺസൈൻമെന്റിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ സെല്ലിങ്ങിലോ അല്ലെ സെയിൽ ട്രാൻസാക്ഷനിലോ
ഓണർഷിപ്പും പൊസഷനും മാറുന്നുണ്ട്. കൺസൈൻമെന്റിൽ ഗുഡ്സ് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊസഷൻ മാത്രമേ ഏജന്റിന്റെ കയ്യിലേക്ക് വരുന്നുള്ളൂ. ഓണർഷിപ്പ് എപ്പോഴും പ്രിൻസിപ്പലിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ സെയിൽസ് അൾട്ടിമേറ്റ്ലി ഈ കൺസൈൻമെന്റ് വഴി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഏജന്റ് അല്ല, പകരം മിസ്റ്റർ എ പ്രിൻസിപ്പൽ ആണ്. ഒരു സെയിൽ ട്രാൻസാക്ഷനിലോ ആരാണോ വിൽക്കുന്നവര് അവര് ഇമ്മീഡിയറ്റ്ലി സെയിൽ റെക്കോർഡ് ചെയ്യും. പർച്ചേസ് ചെയ്യുന്നത് ബിയോ എക്സോ വൈയോ ഇസോഡോ ആരാണെങ്കിൽ അവരത് പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഒരു സെയിൽ ട്രാൻസാക്ഷനിൽ എയും ബിയും ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ് അല്ലെ. പക്ഷെ ഒരു കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ നേച്ചർ എന്താണ്? പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഇതാണ് മേജർ കുറച്ച് ഡിഫറൻസസ്. ഇത് detail as a table with differences is given in your textbook, so please go ahead and refer that. ഇനി നമ്മൾക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യും. നമ്മൾ പറയുന്നു എ ഗുഡ്സ് അയക്കുകയാണ് ബിക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു എ ബിക്ക് ഗുഡ്സ് അയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അയക്കുമ്പോൾ നമ്മൾക്ക് ഇതിനൊരു ബാക്കപ്പ് ഡോക്യുമെന്റ് കൊടുത്തു അല്ലെ. ഇല്ലെങ്കിൽ ബിക്ക് ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ ഗുഡ്സ് വന്നതുപോലെയും എക്ക് ഒരു ഡോക്യുമെന്റേഷനും കാണില്ല ഇത് അയച്ചു കൊടുത്തു എന്ന് പ്രൂവ് ചെയ്യാൻ. സോ ഇൻ സച്ച് എ കേസ് യു പ്രിപ്പയർ എ ഡോക്യുമെന്റ് ഓർ a piece of invoice document called pro forma invoice. ഒരു നോർമൽ സെയിൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് വാങ്ങിക്കുന്നത്? നമ്മൾ തന്നെ ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒരു ഷൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് കിട്ടും. അതിൽ നമ്മുടെ പേര് കാണും. നമ്മൾ GST ഉള്ളവരാണെങ്കിൽ നമ്മുടെ GSTN നമ്പർ കാണും അല്ലേ. ആ പ്രോഡക്റ്റിന്റെ HSN, all those information will be given, and adana nammade proof that I have purchased this shoe and now I am the owner of this particular product. എന്നാൽ പ്രൊഫോമ ഇൻവോയ്സ് വഴി ഇവര് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയാണ് ഈ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നതിന്. ഇതൊരിക്കലും നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻവോയ്സ് അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ പ്രൊഫോമ ഇൻവോയ്സ് which is sent along with this ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ് ആസ് എ പ്രൂഫ്. ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് ഗുഡ്സിന്റെ കൂടെയും അയക്കും, അതല്ലാതെ ഒരു മെയിലിലും നമ്മൾക്ക് ഈ ഏജന്റിന് അയച്ചു കൊടുക്കാം ആസ് എ പ്രൂഫ് ദാറ്റ് ഇത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രൂഫ് ഇല്ലെങ്കിൽ there can be many frauds happening in future. ബിക്ക് വേണമെങ്കിൽ പറയാം 10 എണ്ണമാണ് ശരിക്കും കിട്ടിയത്. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് പ്രൂഫ് ഇല്ലെങ്കിൽ ബിക്ക് പറയാം നിങ്ങൾ 8 എണ്ണേ അയച്ചുള്ളൂ. ഹൗ വിൽ എ പ്രൂവ് ദാറ്റ് 10 എണ്ണം അയച്ചിട്ടുണ്ട്? അല്ലെ എക്ക് കള്ളത്തരം പറയാം, ഞാൻ 8 എണ്ണം അയച്ചിട്ട് ഞാൻ 10 എണ്ണം അയച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കാണ് കിട്ടുന്നത്, അപ്പൊ നിങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചാണ് പേ മീ ഫോർ ദാറ്റ് ലോസ്റ്റ് അല്ലെ, ലോസ് ഓഫ് ഗുഡ്സ്. അങ്ങനെ എന്ത് വേണമെങ്കിലും മിസ് ഹാപ്പനിങ്സ് can occur in future. അപ്പം നമുക്കൊരു ഡോക്യുമെന്ററി എവിഡൻസിന് വേണ്ടിയാണ് നമ്മളൊരു ഇൻവോയ്സ് പോലെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, which is not a sale invoice but a pro forma invoice to validate that this transaction or movement നടന്നു എന്നുള്ളത്. So we will prepare a pro forma invoice. ഇനി ഈ പ്രൊഫോമ ഇൻവോയ്സ് ബിക്ക് കിട്ടിക്കഴിയുമ്പോൾ ബിക്ക് അസസ് ചെയ്യാം. ഓക്കെ 10 ഗുഡ്സ് അയച്ചു, ആ 10 എണ്ണം എനിക്ക് കിട്ടി, ഇനി ഈ 10 ഷൂസ് ആണ് ഞാൻ ഓരോ കസ്റ്റമറിന് കൊടുക്കേണ്ടതെന്ന് നൗ ബി ക്യാൻ ഡിസൈഡ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്നും കൂടെ എഴുതുകയാണ്. പ്രൊഫോമ ഇൻവോയ്സസ് സെൻഡ് ടു ഏജന്റ്. So after this നമ്മൾ പ്രൊഫോമ ഇൻവോയ്സ് ആണ് കൊടുത്തു വിടുന്നതെന്ന് പറഞ്ഞു, 10 ക്വാണ്ടിറ്റി. പക്ഷെ ഏത് പ്രൈസിനാണ് കൊടുത്ത് വിടുന്നത്? 10 ഷൂസ് എന്ന് നമ്മൾ പറഞ്ഞോളൂ. പക്ഷെ ഈ പ്രൊഫോമ ഇൻവോയ്സ് ഒറിജിനൽ ഇൻവോയ്സ് അല്ലെങ്കിലും അതിലൊരു വാല്യൂ വേണം അല്ലേ, ഈ ഗുഡ്സിന്റെ വർത്ത് അതിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ബി അത് ഓക്കെ 10 ലെതർ ഷൂ 1000 രൂപ വീതം എന്നൊക്കെ മനസ്സിലാക്കി ഇവർ തരുന്ന സെല്ലിംഗ് പ്രൈസിൽ ഓരോ കസ്റ്റമേഴ്സിലേക്കും ഒക്കെ വിൽക്കാൻ പറ്റും.
സോ പ്രൊഫോമ ഇൻവോയ്സിൽ നമ്മൾ പറഞ്ഞു ഓക്കെ 10 ഷൂസ് ആണ് എ ബിക്ക് അയച്ചു കൊടുത്തത്. എന്നാൽ ഇവിടെ പ്രൊഫോമ ഇൻവോയ്സ് ഒരു ആക്ച്വൽ ഇൻവോയ്സ് സെയിൽ ഇൻവോയ്സ് പോലെ അല്ലെങ്കിൽ കൂടി 10 ഷൂവിൻ്റെ വർത്ത് അതിൽ ബില്ല് ചെയ്തത് എത്രയാണെന്ന് നമ്മൾ അറിയണം, ഒരു എമൗണ്ട് കാണണം അല്ലേ. സോ നൗ ലെറ്റ് us understand how to find out cost of a product that is being sent as part of consignment. For that, let us take up an example. നമുക്ക് ഇനി എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. Example. A sends goods to B $100 units at 50 rupees per unit. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്. He also incurs following expenses: transportation, transportation 1000 rupees. Loading charges 500. ഇത്രയുമാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ആൻഡ് ദെൻ they are asking us calculate cost per unit. സോ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഗുഡ്സ് ആർക്ക് കൊടുത്തു? ഏജന്റായ ബിക്ക് കൊടുത്തു. എത്ര യൂണിറ്റ്സ് ആണ് കൊടുത്തത്? 100 യൂണിറ്റ്സ്. ആ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് എത്രയായിരുന്നു? 50 രൂപ. അതായത് ചിലപ്പോൾ എ ഒന്നെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ മിസ്റ്റർ എ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് എവിടുന്നെങ്കിലും ഫിനിഷ്ഡ് ഗുഡ് വാങ്ങിച്ചിട്ട് അത് തന്നെ കുറച്ച് പ്രോഫിറ്റ് മാർജിൻ ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത ആൾക്ക് ഒരു പ്രോഫിറ്റോടുകൂടി ചേർത്ത് വെക്കുന്നു. എന്താണെങ്കിലും എ പറയുന്നു എ ആ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് 50 രൂപയാണ്. അതായത് എക്ക് വന്ന ചെലവുകളെല്ലാം കൂടെ കൂട്ടി അത് വാങ്ങിച്ച് ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ എത്ര എടുത്തു? 50 രൂപ. അതിൻ്റെ കൂടെ ഈ ഗുഡ്സ് അയച്ചു കൊടുക്കാൻ, ആർക്ക് അയച്ചു കൊടുക്കാൻ? ബിക്ക് അയച്ചു കൊടുക്കാൻ അയാൾ കുറച്ച് അഡീഷണൽ എക്സ്പെൻസും കൂടി ഇൻകർ ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ 1000, ലോഡിംഗ് ചാർജസ് 500. അതായത് ഇപ്പോൾ ഒരു ട്രക്കിലേക്ക് കയറ്റി ട്രാൻസ്പോർട്ട് ചെയ്യണം, അപ്പോൾ ലോഡിങ്ങിന് ആൾക്കാർ വന്ന് അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം, അത് 500. ട്രാൻസ്പോർട്ടേഷൻ അതായത് ഇന്ന ലൊക്കേഷനിൽ എയുടെ ഷോപ്പ് അല്ലെ ഗോഡൗണിൽ നിന്ന് ബിയുടെ ഗോഡൗണിലേക്ക് വരെ കൊണ്ടുചെല്ലാൻ ട്രാൻസ്പോർട്ടേഷൻ 1000 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ കൊടുത്തുവിട്ട ഈ ഗുഡ്സിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡസ് ദിസ് മീൻ എ കൊടുത്തുവിട്ട ഗുഡ്സിന്റെ ശരിക്കുമുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് 50 മാത്രമാണെന്ന് പറയാൻ പറ്റും? ഈ എക്സ്പെൻസുകൾ മിയർ എക്സ്പെൻസസ് മാത്രമാണ്. ഇറ്റ് ഡസൻ ബോദർ us in computing cost per unit that is being sent to B ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബിക്ക് ഈ ഗുഡ്സ് ഒക്കെ കിട്ടണമെങ്കിൽ എ എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ 100 യൂണിറ്റിന്റെ പ്രോഡക്റ്റ് എല്ലാം കൂടെ ലോഡ് ചെയ്ത് ഒരു ട്രക്കിലോ ഒരു വെഹിക്കിളിലോ ആക്കി ബിയുടെ ഗോഡൗൺ വരെ എത്തിക്കണം അല്ലേ? എന്നാൽ മാത്രമാണ് ബിക്ക് ഇത് വിൽക്കാൻ പറ്റുന്നത്. 100 യൂണിറ്റ് 50 രൂപയുടെ ഓരോ യൂണിറ്റിന്റെ വേർത്തുള്ള സാധനം എയുടെ ഗോഡൗണിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബിക്ക് ഇത് വിൽക്കാൻ പറ്റുമോ? അയാളുടെ ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട്, ഏജന്റ് ആയിക്കൊണ്ട്? ഇല്ല, അത് ബിയുടെ കയ്യിലേക്ക് കിട്ടണം. അപ്പോൾ ബിക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ സെയിലബിൾ കണ്ടീഷനിൽ കിട്ടണമെങ്കിൽ എ അഡീഷണലി എന്തൊക്കെ ഇൻകർ ചെയ്യണം? ഈ 2 എക്സ്പെൻസും കൂടെ ഇൻകർ ചെയ്യണം. വിച്ച് മീൻസ് ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ cost incurred by A when he is planning to sell this 100 units. അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ 100 യൂണിറ്റിന് ശരിക്കും ഈ 2 ചെലവുകളുടെ എഫക്റ്റും കൂടെ വരണം. അത് വരാതെ നമ്മൾ
വിറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇമാജിൻ നമ്മൾ ഈ രണ്ട് എക്സ്പെൻസിനെ ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ മാറ്റി നിർത്തുകയാണ് വെക്കുക. എ ഗുഡ്സ് ബിക്ക് കൊടുത്തു വിട്ടു 50 രൂപ വെച്ചിട്ട്, എന്നിട്ട് ബിയോട് വിൽക്കാൻ പറയുകയാണ്. അപ്പൊ ഇമാജിൻ എയുടെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം എയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എപ്പോഴും ഒരു 10% അങ്ങനെയാണെങ്കിൽ എ ബിയോട് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നായിരിക്കും പറയാൻ പോകുന്നത്? 50 രൂപയാണ് ഇപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞ് എ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു 10% കൂടെ, അതായത് 5 രൂപയും കൂടെ. അപ്പൊ ബിക്ക് കൊടുക്കാൻ പോകുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കും? 55 രൂപയ്ക്കാണെങ്കിൽ ബി വിറ്റോളാൻ പറയും. ബി എന്ത് ചെയ്യും? ഓക്കെ 55 അസ്യൂം, ഇപ്പം നമുക്ക് ആ ഗുഡ്സ് ബിയുടെ കൈ കിട്ടി എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് അസ്യൂം ചെയ്തേക്കാം. ഇത് രണ്ടും മാറ്റി വെച്ച് എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതൊന്ന് മാറ്റി വെക്കാൻ പറയുന്നത്. 55 രൂപയ്ക്ക് ബി വിൽക്കാന്ന് വെക്കാം. എ 55 രൂപയാണ് എ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ലാഭം എത്ര വരും? എ നോക്കുമ്പോൾ 100 യൂണിറ്റിന് 50 രൂപ എൻ്റെ കയ്യിൽ ചിലവായി എന്ന് ഞാൻ പറയുന്നു. 55 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എൻ്റെ ലാഭം 5 രൂപ പെർ യൂണിറ്റ്, അതായത് 500 രൂപ, 100 യൂണിറ്റ്സ് ഇൻറ്റു 5 rupees. അതാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് വിചാരിച്ച് എ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ലോഡിങ് ആൾക്കാരും ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാരും എല്ലാം വന്ന് കാശ് വയ്ക്കുന്നത്. സോ ദെൻ എ വിൽ റിയലൈസ് ദാറ്റ് ഈ കിട്ടിയ 5 രൂപ എന്ന് പറഞ്ഞ് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് വേണം ഞാൻ എന്ത് ചെയ്യാൻ? ട്രാൻസ്പോർട്ടേഷനും ലോഡിങ് ചാർജസും കൊടുക്കാൻ, അല്ലെ? അതിപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് കൊടുത്ത് തീർക്കണമെങ്കിൽ ഞാൻ ഇനി എവിടെന്നെങ്കിലും കാശ് കൊണ്ടുവരണം, അല്ലെ കടം വാങ്ങിക്കണം. വിച്ച് മീൻസ് when he is not including this cost in his cost per unit of each units he is planning to sell, his selling price gets affected. അല്ലെ സെല്ലിംഗ് പ്രൈസ് അയാൾ ഫിക്സ് ചെയ്യുന്ന കുറഞ്ഞു പോകും. അയാൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്നും ആക്ച്വലി അയാൾ റിയലൈസ് ചെയ്ത് വരുമ്പോൾ ഈ എക്സ്പെൻസുകളൊക്കെ കഴിഞ്ഞ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിൽ നിന്നും വളരെ കുറവോ അല്ലെങ്കിൽ ലോസിലേക്കോ പോവാൻ സാധ്യത ഉണ്ട്. സോ വെനെവർ എ ഇസ് സെൻഡിങ് ഗൂഡ്സ് ടു ബി, അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓണർ എപ്പോഴും ഇതൊക്കെ മുൻകൂട്ടി വിചാരിച്ചുകൊണ്ടായിരിക്കും പ്രൈസിങ് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവർ നമ്മൾക്ക് 10 രൂപയ്ക്കാണ് തരുന്നതെങ്കിൽ അവർക്കത് കിട്ടിയത് 5 രൂപയ്ക്കാണ്. ഒരു 5 രൂപ ലാഭം അവരിടുന്നുണ്ടെങ്കിൽ അവർ പല എക്സ്പെൻസുകളും മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 5 രൂപ എനിക്ക് ലാഭം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ ഒരു പ്രൈസിംഗിലേക്ക് എത്തുന്നത്. സോ ഹിയർ ഓൾസോ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ആ ഗുഡ്സ് ബിയുടെ കയ്യിലേക്ക് സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടി ഇൻകർ ചെയ്ത എക്സ്പെൻസുകളും കൂടെ കൂട്ടിയിട്ട് വേണം. സോ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? ആദ്യത്തെ കോസ്റ്റ് നമുക്ക് എഴുതാം. കോസ്റ്റ് ഇസ് ഈക്വൽ ടു 100 യൂണിറ്റ്സ് ഇൻറ്റു 50, ദാറ്റ് ഇസ് 5000 പ്ലസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, അങ്ങനെ വല്ല നമുക്ക് മെറ്റീരിയലിനോ ഗുഡെന്നോ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എഴുതാം. മെറ്റീരിയൽ ഓർ ഗുഡ് ഇസ് ഈക്വൽ ടു 5000 പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ 1000 plus loading charges 500. So that is total cost therefore is 6500. Total cost ആണ് 6000. ഇനി cost per unit, അതായത് 100 യൂണിറ്റ് വിൽക്കാൻ എലിജിബിൾ ആക്കാൻ ഞാൻ ഇൻകർ ചെയ്ത കോസ്റ്റ് ആണ് 6500. therefore cost per unit is കിട്ടണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. therefore is cost per unit equal to 65. ഇപ്പോൾ ഇതാണ് കോസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലേ? ഇനിയിപ്പോൾ ഈ ഒരു രണ്ട് എക്സ്പെൻസുകൾ എടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എ വിചാരിക്കും 50 രൂപയെ ഇയാൾക്ക് കോസ്റ്റ് ഉള്ളൂ. പക്ഷെ ശരിക്കും അയാൾ ഈ പ്രോഡക്റ്റ് ബിയുടെ കയ്യിലേക്ക് എത്തിച്ച് സെയിൽ ആക്കണമെങ്കിൽ എത്ര രൂപ ശരിക്കും ഇൻകർ ചെയ്യുന്നുണ്ട്? ഒരു യൂണിറ്റിന് 65 രൂപ വെച്ചു. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അയാൾ സെല്ലിംഗ് പ്രൈസ് എത്ര ഫിക്സ് ചെയ്തോളൂ? 55. അത് ഇവിടെ ഈ പ്രൈസിങ്ങിൽ തെറ്റ് വന്നുകൊണ്ടാണ്. ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഓക്കെ 65 രൂപയാണ് എനിക്ക് ഒരു യൂണിറ്റ് സെയിലബിൾ കണ്ടീഷനിലേക്ക് ബിയുടെ കയ്യിലേക്ക് കൊടുത്തു വിടാൻ ചിലവായത്. അങ്ങനെയാണെങ്കിൽ എത്രയെങ്കിലും ഞാൻ മിനിമം ഇതിൽ നിന്ന് ഏൺ ചെയ്യണം?
ഒരു 70 രൂപ സെല്ലിംഗ് പ്രൈസ് വെച്ച് 5 രൂപയെങ്കിലും പ്രോഫിറ്റ് ആണ്. സോ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ പ്രൊഡ്യൂസിങ് ഓർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ടു മേക്ക് ഇറ്റ് സെയിലബിൾ കറക്റ്റ് ആയിട്ട് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും അതേപോലെ എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റുകയുള്ളൂ. ഇനി ലെറ്റ് us continue the same question, continuation to previous example. B incurs additional expenses at his godown gate while receiving goods sent by A. Loading and unloading charges. ₹500. Go down rent ₹200 and insurance ₹300. Calculate cost per unit. അതായത് തൊട്ട് മുന്നേ ചെയ്ത ആ പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂഷൻ, ഇവിടെ വരെ ലോഡിംഗ് ചാർജസ് വരെ സെയിം ക്വസ്റ്റ്യൻ. അതിനോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ബി കുറച്ച്, അതായത് ഏജന്റ് കുറച്ച് അഡീഷണൽ എക്സ്പെൻസ് ഇൻകർ ചെയ്തു അയാളുടെ ഗോഡൗൺ ഗേറ്റിൽ വൈൽ റിസീവിംഗ് ദീസ് ഗുഡ്സ് സെൻഡ് ബൈ മിസ്റ്റർ എ. അത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് 500, ഗോഡൗൺ റെന്റ് 200, ഇൻഷുറൻസ് 300. സോ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? വീണ്ടും ഇതേ കാൽക്കുലേഷൻ വരും. ഇതോടൊപ്പം നിങ്ങൾ ഇനി പറയൂ, ഈ 3 എക്സ്പെൻസസ് കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യണമോ വേണ്ടേ? ഇത് ഇൻകർ ചെയ്തിരിക്കുന്ന ആരാണ്? ബി ആണ്, അതായത് ഏജന്റ് ആണ് ഇൻകർ ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ ഹി ഓൾസോ ഇൻകേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എ ആണ്, അതായത് പ്രിൻസിപ്പിൾ തന്നെ ഏൺ ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കേസിൽ agent earn ചെയ്യുന്ന expenses. Now tell me, will this be considered in similar way to compute cost per unit? Yes, expenses will be considered if incurred by B to make it available or ready for sale. ആ എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഇൻകർ ചെയ്യും. അതായത് മറ്റൊരർത്ഥത്തിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ലിങ്ക്ഡ് ടു ദീസ് ഗുഡ്സ് which are incurred by B will also be considered while computing cost per unit. എന്താണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഗുഡ്സ് ബിക്ക് വിൽക്കണമെങ്കിൽ ബി കുറച്ച് അഡീഷണൽ എക്സ്പെൻസ് ഇൻകർ ചെയ്യണം. ഇവിടെ നമുക്ക് 3 എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് 500. ഇവിടെയും ഒരു ലോഡിംഗ് ചാർജ് ഉണ്ടായിരുന്നു. ഈ ലോഡിംഗ് ചാർജ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഈ ഗുഡ്സ് എല്ലാം ഒരു ട്രക്കിൽ കയറ്റി ബിക്ക് കൊടുത്തു വിടും. അപ്പോൾ ആ കയറ്റി വെക്കാൻ ലോഡ് ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്ത കുറച്ച് എക്സ്പെൻസസ്. ഇവിടെ ഈ ഗുഡ്സ് എല്ലാം വന്നിട്ട് ട്രക്കിൽ കയറി ബിയുടെ ഗോഡൗണിൻ്റെ ഗേറ്റ് വരെ എത്തി. പക്ഷേ അവിടെ അപ്പം വീണ്ടും ലോഡിങ്ങുകാർ വന്നിട്ട് ലോഡിങ് ആൻഡ് അൺലോഡിങ്, ഞങ്ങളിത് അൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗേറ്റിലേക്ക് നിങ്ങളുടെ ഗോഡൗണിലേക്ക് എടുത്ത് വെച്ച് തരാം, അതിന് ഞങ്ങൾക്ക് 500 രൂപ തരണമെന്ന് പറഞ്ഞു. അത് കൊടുത്തില്ലെങ്കിൽ മേ ബി ദേ വിൽ നോട്ട് ബി ഏബിൾ ടു കളക്ട് ദിസ് ഗുഡ്സ് ഫ്രം ദാറ്റ് ട്രക്ക്. ആ ട്രക്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബിക്ക് ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആണ്. കാരണം അത് കൊടുത്താൽ മാത്രമാണ് ലോഡിങ്ങുകാരും അൺലോഡിങ്ങുകാരും എടുത്തത് ലോഡിങ് അൺലോഡിങ് ചെയ്ത് എൻ്റെ ഗോഡൗണിലേക്ക് എടുത്ത് വെച്ച് തരത്തുള്ളൂ. എന്നാൽ മാത്രമാണ് പൊസഷൻ എൻ്റെ കയ്യിൽ വരുള്ളൂ. പൊസഷൻ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ എക്സിനോട് പറയാൻ പറ്റുമോ? ഇല്ല, സാധനം എൻ്റെ കയ്യിലില്ല, അതിപ്പോഴും ആ ട്രക്കിലാണ്, ലോഡിങ്ങുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ എനിക്ക് കാശ് തന്നോളൂ, അവർ
അതെന്ന് അവരിൽ ഞാൻ എങ്ങനെയും പറഞ്ഞ് ആ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാം. നമുക്കത് പറയാൻ പറ്റില്ല. ഏജന്റിന് ആ ഗുഡ് പൊസഷനിൽ കിട്ടണം അല്ലേ? കിട്ടണമെങ്കിൽ ഏജന്റ് ഈ ഗുഡ്സ് അതായത് സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് അൺഅവോയ്ഡബിൾ എക്സ്പെൻസ് ആണ്, ഇൻക്ലൂഡ് ചെയ്തേ മതിയാകുള്ളൂ. വാട്ട് അബൌട്ട് ഗോ ഡൗൺ റെന്റ് ആൻഡ് ഇൻഷുറൻസ്? ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ്. അതായത് സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ ഈ ഗോ ഡൗൺ റെന്റ് നമ്മൾ ഇൻകർ ചെയ്തേ പറ്റുള്ളൂ ആണ്. ഗോ ഡൗൺ അതായത് ഇയാളൊരു ഗോ ഡൗൺ എടുത്തിട്ടുണ്ട്, അതിന് മാസ വാടക കൊടുക്കുന്നുണ്ട്. അത് നെസസറി ആണോ ടു മേക്ക് ദീസ് ഗുഡ്സ് ഗുഡ് എനഫ് ഫോർ സെയിൽ? നീഡ് നോട്ട് ബി. ഇപ്പോൾ ഒരു ഗോ ഡൗൺ ഇല്ലായിരുന്നു, അയാളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്പേസിൽ ഇത് വെച്ചിട്ടും ഇയാൾക്ക് ഈ സാധനങ്ങൾ വിൽക്കാം അല്ലേ? സോ ഗോ ഡൗൺ എന്നൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് അല്ല. അതായത് ഈ ഗുഡ്സ് സെയിൽ ചെയ്യണമെങ്കിൽ ട്രേഡിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് എക്സ്പെൻസും അല്ല ഈ പറയുന്ന ഗോ ഡൗൺ അല്ലെങ്കിൽ ഇൻഷുറൻസ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് അത് ചെലവാണ്, ഇൻകർ ചെയ്യണം, പക്ഷെ കോസ്റ്റ് പെർ യൂണിറ്റിന് അത് വരാൻ പാടില്ല. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, 6500 അല്ലേ? പ്ലസ് കോസ്റ്റ് ഇൻക്ലൂഡിങ് കൺസൈനേഴ്സ് എക്സ്പെൻസസ് എന്നിട്ട് എഴുതിയേക്കാം, പ്ലസ് direct expenses incurred by consignee. ഇത് ഈ സ്പ്ലിറ്റ് ഞാൻ എഴുതുന്നതിന് കാരണമുണ്ട്, ബിക്കോസ് ഇവിടെ നമ്മൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് മാത്രമേ എടുക്കുള്ളൂ, ആസ് ദേ ആർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ലോഡിങ് ആൻഡ് അൺലോഡിങ് എക്സ്പെൻസസ് 500. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ചെലവുകളാണ്, പക്ഷെ ഒരിക്കലും പ്രൈസിങ്ങിന് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. Therefore my total cost is 7000. കിട്ടിയ യൂണിറ്റ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? 100 യൂണിറ്റ് തന്നെയാണ് കിട്ടിയത്. Therefore number of units ആയിട്ട് ഡിവൈഡ് ചെയ്താൽ you will get cost per unit which is 70 rupees. So ഇതും തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ എക്സാമ്പിൾ 1ൽ മെറ്റീരിയൽ അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒറിജിനൽ കോസ്റ്റ് മാത്രമല്ല, അത് സെയിലബിൾ കണ്ടീഷനിലേക്ക് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് കൺസൈനർ ഇൻകർ ചെയ്യുന്നതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ വേണം വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നടത്താൻ. ഇനി അതേ ക്വസ്റ്റ്യനിൽ നമ്മളൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് കൺസൈനി കുറച്ച് എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് എക്സ്പെൻസസ് ഇസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർഡ് ബൈ കൺസൈനി. അതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർ ചെയ്തതും ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ ഗോ ഡൗൺ റെന്റും ഇൻഷുറൻസ് ആൻഡ് ഗോ ഡൗണും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതായത് സെയിലബിൾ കണ്ടീഷനിലേക്ക് ഗുഡ്സ് കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി കൺസൈനി ഇൻകർ ചെയ്യുന്നതല്ല. ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇസ് ഓൺലി ടിൽ ദ സ്റ്റേജ് വേർ ബി ഓർ കൺസൈനി റിസീവ്സ് ദ ഗുഡ്സ് ഇൻ ഇസ് ഗോ ഡൗൺ. അത് റിസീവ് ചെയ്യുന്നത് വരെയുള്ളതാണ്. പൊസഷൻ കയ്യിലേക്ക് കിട്ടുന്നിടം വരെ, സെയിലിന് വേണ്ടിയുള്ളത് കിട്ടുന്നിടം വരെയുള്ള എക്സ്പെൻസുകൾ കൺസൈനി എന്തെങ്കിലും ഇൻകർ ചെയ്താൽ അതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. പക്ഷെ അതല്ലാതെയുള്ള എക്സ്പെൻസസ്, അതായത് ഈ ഗോ ഡൗൺ റെന്റ്, ഇൻഷുറൻസ് ഓൺ ഗോ ഡൗൺ, ഇതൊക്കെ ഇയാൾക്ക് ഈ പൊസഷൻ കിട്ടി കഴിഞ്ഞിട്ടും ഇപ്പോൾ കുറച്ച് ദിവസം എടുക്കും ഈ ഗുഡ്സ് അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ. അപ്പം അന്ന് വരെ അത് സൂക്ഷിക്കണം. അതിന് വേണ്ടിയൊക്കെയുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ടിൽ ദ സ്റ്റേജ് ഹി റിസീവ്സ് ദീസ് ഗുഡ്സ് ഫ്രം കൺസൈനർ. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എക്സ്പെൻസ് തന്നെയാണ്, പക്ഷെ ഒരിക്കലും കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടി കമ്പ്യൂട്ട് ചെയ്യാറില്ല. ഇനി ഈ പറഞ്ഞത് തന്നെ നമ്മൾക്കൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആയിട്ട് ഞാൻ തന്നിരിക്കുകയാണ്. വേറെ പ്ലീസ് ടേക്ക് ഡൗൺ ദിസ് നോട്ട്. ടോട്ടൽ ഒറിജിനൽ കോസ്റ്റ്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് തിയററ്റിക്കലി കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോട്ടൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് നമ്മുടെ രണ്ട് എക്സാമ്പിളിലും ഈ 100 × 55,000
പ്ലസ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനർ. അതായത് ഈ ഗുഡ്സ് കൺസൈനിയിലേക്ക് എത്തിക്കാൻ വരെയുള്ളത് ഏതൊക്കെ എക്സ്പെൻസ് കൺസൈനർ എക്സാമ്പിൾ എ ഇൻകർ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അതിനോടൊപ്പം കൺസൈനി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമ്പിളിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് അങ്ങനത്തെ ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്നല്ല ചിലപ്പോൾ അതിന് നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഇൻകർ ചെയ്യുന്നതും ഇൻക്ലൂഡ് ചെയ്ത് വേണം ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് അറൈവ് ചെയ്യാൻ. ആ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് വിൽ ഗിവ് യു കോസ്റ്റ് പെർ യൂണിറ്റ്. ദിസ് ഇസ് ദ ഫോർമുല. ഇതാണ് നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾ വഴി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഗോഡൗൺ റെന്റും ഇൻഷുറൻസ് ഓൺ ഗോഡൗണും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയത് കാരണം കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും എൻ്റെ എക്സ്പെൻസ് അല്ല എന്നുണ്ടോ? എൻ്റെ എന്ന് വെച്ചാൽ കൺസൈനി ഇത് ഇൻകർ ചെയ്തേ മതിയാകുള്ളൂ അല്ലേ? എന്നാൽ മാത്രമേ അയാൾക്ക് 5 ദിവസം ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും ഈ ഗുഡ്സ് വിൽക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ എക്സ്പെൻസ് അയാൾ ഇൻകർ ചെയ്യണം, പക്ഷെ കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇത് ആഡ് ചെയ്യില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ എക്സ്പെൻസ് ഇയാൾ ഇൻകർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനൊരു കൺസൈൻമെന്റ് എഗ്രിമെന്റ് എയും ബിയും തമ്മിൽ ഉള്ളത് കൊണ്ടാണ്. ഈ എക്സാമ്പിളിൽ നമ്മൾക്ക് അസ്യൂം ചെയ്യാം ബിക്ക് വേറൊരു ബിസിനസ്സും ഇല്ല. ബി ആകെപ്പാട് ചെയ്യുന്നത് എയുടെ ഏജന്റ് ആയിട്ട് അല്ലെ കൺസൈനി ആയിട്ട് വർക്ക് ചെയ്യുന്നു മാത്രമേ. അങ്ങനെയാണെങ്കിൽ ബി ഈ ഗോഡൗൺ എടുക്കുന്നതും ഈ ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ എന്തിനായിരിക്കും? ഈ കിട്ടുന്ന കൺസൈൻമെന്റ് വഴി വരുന്ന ഗുഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനും അത് പ്രോപ്പർ കണ്ടീഷനിൽ വിൽക്കാനും ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കൺസൈൻമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ബിക്ക് എക്സ്പെൻസ് വരുമോ? ഇല്ല. സോ therefore we can say that B has incurred this expense on behalf of consignor. അപ്പോൾ കൺസൈനറിന് വേണ്ടി ഇൻകർ ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ കൂടി എക്സ്പെൻസ് ആയത് കാരണം we say that these expenses are to be borne by the consignor only. ഇതിന്റെ പേയ്മെന്റ് നടത്തുന്നത് ബി ആയിക്കോട്ടെ, കാരണം ഗോഡൗൺ റെന്റ് ബിയുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ ബി വേണം ഈ ഗോഡൗണിന്റെ ഓണറിന് എല്ലാ മാസവും റെന്റ് കൊടുക്കണം. ക്യാഷ് പോകുന്നത് ബിയുടെ കയ്യിലാണ്, പക്ഷെ ഇത് ബെയർ ചെയ്യേണ്ടത് എക്സ്പെൻസ് ബെയർ ചെയ്യേണ്ടത് ആരാണ്? എ ആണ്. അപ്പോൾ ബി ഇത് ക്യാഷ് കൊടുത്തിട്ട് എയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞായിരിക്കും റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് all expenses incurred by consignee should always be borne by consignor. Yeah, take down these notes. ഈ notes ഒന്നും നിങ്ങളുടെ ഹാൻഡ് ഔട്ടിൽ ഒന്നുമില്ല. So make sure you write all this down. Next we are going to take up ഈ എക്സ്പ്ലനേഷൻ്റെ തന്നെ ഫർദർ ഡിസ്കഷൻ. എ ബിക്ക് കൊടുത്തു വിടുന്നത് 500 യൂണിറ്റ്സ് ആണെന്ന് വെക്കുക. സോറി 100 യൂണിറ്റ്സ് ആണെന്ന്, 100 യൂണിറ്റ്സ് ഓർ kg whichever way you want to call it. ബിക്ക് കൊടുത്തു വിടും. ഇനി ഇവർ ട്രേഡ് ചെയ്യുന്നത് വെജിറ്റബിൾസോ അങ്ങനെ ഏതെങ്കിലും പെരിഷബിൾ നേച്ചറിലുള്ള ഗുഡ്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. പെരിഷബിൾ നേച്ചർ എന്ന് വെച്ചാൽ ചീഞ്ഞു പോകാനോ അല്ലെങ്കിൽ അഴുക്കായി പോകാനോ പെട്ടെന്ന് സാധ്യതയുള്ള കുറച്ച് ഗുഡ്സിലാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത് അല്ലെ ഈ കൺസൈൻമെന്റ് എഗ്രിമെന്റ്. അപ്പോൾ എ ബിക്ക് ഇത് കൊടുത്തു വിടുന്നു. എന്നാൽ എ ബിക്ക് ഇത് കൊടുത്തു വിടുമ്പോൾ തന്നെ എനിക്കറിയാം ഇതിൽ കുറച്ച് ഗുഡ്സ് എങ്കിലും, അതായത് കുറച്ച് പച്ചക്കറി എങ്കിലും ചീഞ്ഞു പോകും അല്ലെ കേടായി പോകും ഈ ട്രാൻസിറ്റിന്റെ സമയത്ത് അല്ലെ. ഇപ്പോൾ ഒരു ദിവസം ചെന്നൈയിൽ നിന്ന് പൂനെ വരെ പോകുന്ന റോഡ് വഴിയാണെങ്കിൽ ഒരു ദിവസമൊക്കെ മിനിമം എന്തായാലും എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ദിവസത്തെ ട്രാവലിനുള്ളിൽ ഇത് പെരിഷ് ചെയ്ത് പോകും. അങ്ങനെ പോകുന്നത് അസ്യൂം ദാറ്റ് ഇസ് 5% പെരിഷ് ചെയ്യും. ഈ 5% പെരിഷ് ചെയ്യാന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ആള് ട്രേഡ് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അയാൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ ബിസിനസ് ചെയ്യുന്നത് ഇങ്ങനെ പെരിഷബിൾ നേച്ചറിലുള്ള ഒരു ഗുഡാണ്. ആ ഗുഡ് ആര് ട്രേഡ് ചെയ്താലും അയാൾക്ക് ഒരു 5% നഷ്ടം വരും. അത് ആ ഇൻഡസ്ട്രിയുടെ അല്ലെ ആ ഗുഡ്സിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ വരുന്ന നഷ്ടം ഒക്കെ നമ്മൾ വിളിക്കുന്നതാണ് നോർമൽ ലോസ്. ഇനി
എ 100 യൂണിറ്റ്സ് അല്ലെ കിലോ കൊടുത്തു വിട്ടു. അപ്പൊ 5% പെരിഷ് ചെയ്ത് ബിയുടെ കയ്യിൽ എത്തുന്ന എത്രയായിരിക്കും? 90 യൂണിറ്റ്സ്. 95 യൂണിറ്റ്സ്. ഇതാണ് ബിയുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇതിനെയാണ് ഈ 5 യൂണിറ്റ്സ് അല്ലെ 5 കിലോ നഷ്ടപ്പെട്ടതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ ലോസ്. ഈ നോർമൽ ലോസ് ഒരിക്കലും അവോയ്ഡബിൾ അല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അൺഅവോയ്ഡബിൾ ആണ്. എന്ത് സംഭവിച്ചാലും, എ ട്രേഡ് ചെയ്താലും എയുടെ സ്ഥാനത്ത് മറ്റാര് ട്രേഡ് ചെയ്താലും ഈ ഒരു നഷ്ടം സഹിച്ചേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് നോർമൽ ലോസ് ആൻഡ് അൺഅവോയ്ഡബിൾ. Now in same scenario, if when A transfers to B 100 units of kg, they expect 5% to perish. But by the time A receives it, A receive ചെയ്യുമ്പോൾ 90 kg കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. 90 യൂണിറ്റ്സ് അല്ലേ kg. അതിൻ്റെ അർത്ഥം 95 ബി എക്സ്പെക്ട് ചെയ്തത്, 90 വന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? 100 യൂണിറ്റ് കൊടുത്തു വിട്ടതിൽ 5% നഷ്ടപ്പെട്ടാലും 95 കിട്ടണം. അഡീഷണലി ഒരു 5 യൂണിറ്റും കൂടെ പോയി. ആ അഡീഷണലി പോയത് ഒന്നെങ്കിൽ ഒരു ഫയർ വഴിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചതോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിനാരിയോ വഴി നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടത്തിനൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് abnormal loss. That is avoidable. ഫയറിന് നമുക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വെക്കായിരുന്നു, ആക്സിഡന്റ് ഒഴിവാക്കായിരുന്നു. ചിലപ്പം ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കും ആക്സിഡന്റിന് കാരണം. അങ്ങനെ പോയപ്പോഴാണ് കുറച്ച് എക്സ്ട്രാ കിലോ ഗുഡ്സ് നശിച്ചു പോയത്, അല്ലെ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പരിധി വരെ, പക്ഷെ നമ്മുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെട്ടതാണ്. ആൻഡ് ദോസ് ആർ ടേംഡ് ആസ് അബ്നോർമൽ ലോസ്. സോ 100 kgയിൽ നിന്ന് 95 വരെ എത്താനുള്ള 5 kg ഈസ് നോർമൽ ലോസും 95ൽ നിന്ന് 90 വരെ എത്തിയത് അബ്നോർമൽ ലോസും. ഈ നോർമൽ ലോസ് ഈ പെർട്ടിക്കുലർ ഗുഡ്സിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ബിസിനസ് പേഴ്സൺസും സഫർ ചെയ്യേണ്ടതാണ്. അബ്നോർമൽ ലോസോ എക്ക് വന്നതുപോലെ അടുത്ത ഒരു ബിസിനസ് മാനായ സിക്ക് വരണമെന്നില്ല. ഇപ്പൊ എയുടെ കേസിൽ ഈ 5 കിലോ അഡീഷണൽ പോയത് ഒരു ആക്സിഡന്റ് വഴിയാണെന്ന് വെക്കുക. തൊട്ടടുത്ത് തന്നെ സി ബിസിനസ് പേഴ്സൺ ഇതുപോലെ വേറൊരു കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്തു വിടുന്നുണ്ട്. അയാൾക്ക് ഈ 5 കിലോയുടെ നഷ്ടം ഉണ്ടാകണമെന്നില്ല, കാരണം അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. സോ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നതല്ലേ അവോയ്ഡബിൾ സിറ്റുവേഷൻസ് നീഡ് നോട്ട് ഹാപ്പൻ ടു എവറി പേഴ്സൺ ട്രേഡിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഗുഡ്സ് ഓർ പ്രോഡക്ട്സ് അല്ലേ. അത് ചിലവർക്ക് മാത്രം അൺഫോർച്ചുനേറ്റ്ലി ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ്. Therefore it is termed as abnormal loss or avoidable loss. Now ഈ abnormal lossഉം നോർമൽ ലോസും വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്കൊന്നും കൂടി ഒന്ന് റെഫർ ചെയ്യാം. wherein A sends goods to B 100 units at 50 per unit. A also incurs following expenses: transportation charge 1000, loading charges 500. Calculate cost per unit. ഇത്രയും ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരികയാണ്. എക്സാമ്പിൾ 1 പ്ലസ് നോർമൽ ലോസ് ഓഫ് 5%. കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര തന്നെയാണ്? 6500. എന്നാൽ നോർമൽ ലോസ് 5% സംഭവിച്ചു കഴിഞ്ഞു. അപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയായി മാറി? നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് 100 യൂണിറ്റ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അതിലൊരു 5% നോർമൽ ലോസായി നഷ്ടപ്പെട്ടു പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 95 യൂണിറ്റിൽ നിന്ന് മാത്രമേ ഈ ഇൻകർ ചെയ്ത 6500 രൂപ കോസ്റ്റ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. ഈ നോർമൽ ലോസിന് വേണ്ടി 5%, അതായത് 5 യൂണിറ്റ്സ് നഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ കോസ്റ്റ് കുറയുമോ? ഇല്ല, കോസ്റ്റ് സെയിം ആണ്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോഴും 100 യൂണിറ്റ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. ബിയുടെ കയ്യിൽ എത്തിയപ്പോഴാണ് 5 യൂണിറ്റ്സ് നഷ്ടപ്പെട്ടത് എന്ന് വെച്ച് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയുമോ, അല്ലെങ്കിൽ ലോഡിങ് കുറയുമോ? ഇല്ല. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് അത് തന്നെയായിരിക്കും, പക്ഷെ നമ്മുടെ യൂണിറ്റ്സ് കുറഞ്ഞു പോയി. അപ്പം നമ്മൾക്ക് നോർമൽ ലോസ് ഉണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ്.
That is equal to 6,500 divided by 95 is equal to 68.42. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ യൂണിറ്റ്സിൻ്റെ നഷ്ടം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോസ്റ്റും കൂടെ നമ്മൾക്ക് ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാം? കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാം. കാരണം ഈ ബിസിനസ് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു ലോസ് ആണ്. അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ആർക്ക് പാസ് ഓൺ ചെയ്യും? കസ്റ്റമർ. എങ്ങനെയാണ് കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യുന്നത്? ഈ 100 - 5 എടുത്തപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായി മാറി? 95. Therefore cost per unit is 68.42. അപ്പോൾ നമ്മുടെ കോസ്റ്റ് 68.42 ആണെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വേണമെങ്കിൽ 70 വെക്കാം. നമ്മൾ ഈ നോർമൽ ലോസിനെ എലിമിനേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലോ നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 65. അപ്പം നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന സെല്ലിംഗ് പ്രൈസും അതനുസരിച്ച് കുറവ് വന്നെന്നിരിക്കാം. അങ്ങനെ വന്നാൽ നമ്മൾ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റും കുറയും. നോർമൽ ലോസിൻ്റെ എഫക്റ്റ് ആര് ബെയർ ചെയ്യണം? കസ്റ്റമർ ബെയർ ചെയ്യണം. അതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഫൈനലി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് അതിനോടൊപ്പം പാസ് ഓൺ. എന്നാൽ നോർമൽ ലോസിനൊരു ജേർണൽ എൻട്രി സ്പെസിഫിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ടേഷനിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ P&L കാണിക്കും. So this is normal loss. Now let us take up abnormal loss for same question. Example number 1 തന്നെ വീണ്ടും നമ്മൾക്ക് എടുക്കാം. ലോഡിംഗ് ചാർജസ് 500 വരെ, അതിൻ്റെ കൂടെ ഇൻഫർമേഷൻ പ്ലസ് അബ്നോർമൽ ലോസ് ഓഫ് 10%. കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് എത്രയുണ്ട്? 6500. നമ്പർ ഓഫ് യൂണിറ്റ്സ് 100 ഉണ്ടായിരുന്നു. അബ്നോർമൽ ലോസ് 10% പോയത് കാരണം 90 യൂണിറ്റ്സ്. ഇവിടെ ഈ നോർമൽ ലോസിൻ്റെ എക്സാമ്പിളിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല, ആദ്യത്തെ എക്സാമ്പിൾ 1ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നോർമൽ ലോസിൻ്റെ എഫക്റ്റ് എടുക്കാൻ 100 യൂണിറ്റ്സ് മൈനസ് 10%, വിച്ച് ഇസ് 90 യൂണിറ്റ്സ്. Now 90 യൂണിറ്റ്സ് ആണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായി മാറി? 6,500 by 90 is equal to 72.22. ഇത് നമ്മൾ ചെയ്ത് എങ്ങനെയാണ്? എക്സാക്ട്ലി സെയിം ലൈക്ക് നോർമൽ ലോസ് ചെയ്തത്. എന്നാൽ ഇത് തെറ്റാണ്. Why? And how do we have to compute correctly? നമുക്ക് compute correctly എങ്ങനെയാണെന്ന് നോക്കിയിട്ട് we will discuss why is it wrong. Number of units will be actual units minus any normal loss if any. അത്രേ മാത്രമേ ഉള്ളൂ. അബ്നോർമൽ ലോസിൻ്റെ എഫക്റ്റ് നമ്മൾ ഒരിക്കലും കുറയ്ക്കില്ല. സോ അങ്ങനെ എടുത്താൽ 100 യൂണിറ്റ്സ് ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. കോസ്റ്റ് പെർ യൂണിറ്റ് becomes 65. Now why did I say abnormal loss എഫക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് തെറ്റാണ്? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അബ്നോർമൽ ലോസിൻ്റെ 10% എഫക്റ്റ് കുറച്ചിട്ട് 90 യൂണിറ്റ്സ് എൻ്റെ കയ്യിൽ വിൽക്കാനുള്ളൂ. അത് റിയാലിറ്റിയാണ് അല്ലേ? 90 യൂണിറ്റ്സ് നമ്മൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ വിൽക്കുന്ന 90 യൂണിറ്റ്സിൽ നിന്ന് വേണം ഈ 6,500 റിക്കവർ ചെയ്യാനും അതിനോടൊപ്പം പ്രോഫിറ്റ് ഏൺ ചെയ്യാനും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ആർ ഡൂയിങ്? നമ്മളുടെ അശ്രദ്ധ കാരണം വന്ന അബ്നോർമൽ ലോസിൻ്റെ എഫക്റ്റ് നമ്മൾ ആർക്ക് പാസ് ഓൺ ചെയ്യുകയാണ്? കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യുകയാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 90 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായി? 72 രൂപ 22 പൈസ. അപ്പോൾ ഇമാജിൻ ഇത് വെച്ചിട്ട് ഞാൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാണ്. ഞാൻ 75 രൂപ വെക്കാമെന്ന് വെച്ചു. മാർക്കറ്റിൽ A കൊടുക്കാൻ പോകുന്നത് 75 രൂപ. എന്നാൽ അബ്നോർമൽ ലോസ് യൂണിറ്റിൻ്റെ എടുക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായി? 65. And then that person will fix only selling price 70. Assume that person to be C. ഇത് രണ്ടുപേരും എയും സിയും. എ എന്ത് ചെയ്തു? അബ്നോർമൽ ലോസിൻ്റെ എഫക്റ്റ് നോർമൽ ലോസ് പോലെ തന്നെ കുറച്ചിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തു. ഈ സെല്ലിംഗ് പ്രൈസ് ആരാണ് കൊടുക്കേണ്ടത്? എക്ക്. ഈ സാധനം വാങ്ങിക്കുന്ന ആൾ, കസ്റ്റമർ അല്ലേ? ഇതേപോലെ തന്നെ സിക്കും ഇത് അബ്നോർമൽ ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ സി എന്ത് ചെയ്തു? അബ്നോർമൽ ലോസ് എൻ്റെ അശ്രദ്ധ കാരണം വന്നെന്ന് പറഞ്ഞ് അത് കോസ്റ്റിലേക്ക് ആഡ് ചെയ്തില്ല. അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തപ്പോഴും അതേപോലെ 70 മാത്രമേ ഫിക്സ് ചെയ്തു. സിയും ആർക്കാണ് കൊടുക്കുന്നത്? സി കസ്റ്റമറിനാണ് കൊടുക്കുന്നത്. ഇനി അസ്യൂം ദറ്റ് കസ്റ്റമർ ടു ബി മീ. ഞാനാണ് സീനെയാണ് കസ്റ്റമറായിട്ട് അവിടെ ചെല്ലുന്നത്.
തൊട്ടടുത്തടുത്ത ബിൽഡിങ്ങിൽ ഇരിക്കുന്നവരാണ് എയും സിയും. ഒരേ പ്രോഡക്റ്റ് ആണ് അവർ വിൽക്കുന്നത്. എ വിൽക്കുന്നതോ 75 രൂപയ്ക്ക്, സി വിൽക്കുന്നത് 70 രൂപ. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും? മിസ്റ്റർ സി. ബിക്കോസ് ഐ വിൽ ഓൾവേസ് ask, why should I pay extra 5 rupees to get the same product? അല്ലെ, 70 രൂപയ്ക്ക് കിട്ടുന്ന സാധനം, അതേ സാധനം 75 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ 5 രൂപയ്ക്ക് എക്സ്ട്രാ ഉള്ളത് എനിക്ക് വേറെ എന്തിനേലും ഉപയോഗിച്ചുകൂടെ? Why should I pay extra to get same product? So I can see that the customer Sina can see that a product overprice ചെയ്തിരിക്കുകയാണ്. ഈ ഓവർ പ്രൈസിങ് വന്നതിന്റെ റീസൺ എന്തായിരുന്നു? അബ്നോർമൽ ലോസിന്റെയും കൂടെ കോസ്റ്റ് എവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ എ ആഗ്രഹിച്ചു? കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ റിക്കവർ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോഴാണ് അയാൾ ഫിക്സ് ചെയ്ത സെല്ലിംഗ് പ്രൈസ് കൂടിപ്പോയത്, ഓവർ പ്രൈസ് ആയത്. ഓവർ പ്രൈസ് ആയത് കാരണം അൾട്ടിമേറ്റ്ലി അയാൾക്ക് സെയിൽ റിക്കവർ ചെയ്യാനല്ല പറ്റിയത്, ഉള്ള കസ്റ്റമറും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. Therefore, അബ്നോർമൽ ലോസിന്റെ എഫക്റ്റ് ഒരിക്കലും നമ്പർ ഓഫ് യൂണിറ്റ്സിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. അതായത് അതിന്റെ ലോസ് കമ്പനി അല്ലെങ്കിൽ ഫേം ആണ് ബെയർ ചെയ്യേണ്ടത്, നോട്ട് ദ അൾട്ടിമേറ്റ് കസ്റ്റമർ. ഈ ലോസ് വന്നതിന്റെ റീസൺ എന്റെ അശ്രദ്ധയാണ്, ഒരിക്കലും കസ്റ്റമറിന്റെ ബേർഡൻ അല്ല. പക്ഷെ നോർമൽ ലോസോ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു ലോസ് ആണ്. അതുകൊണ്ട് അത് കസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്താലും കുഴപ്പമില്ല, കാരണം എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അബ്നോർമൽ ലോസ് എക്ക് വന്നെന്നിരിക്കാം, സിക്ക് വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതായത് ഒരു ആക്സിഡന്റ് നമ്മൾ പറഞ്ഞത്, എക്ക് ആക്സിഡന്റ് സംഭവിച്ചു, സിക്ക് സംഭവിക്കണമെന്നില്ല, അല്ലേ? സോ അബ്നോർമൽ ലോസ് ഈസ് നോട്ട് related to the product, but it is because a certain unfortunate incident happened in a particular business. അങ്ങനെ വന്ന ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ലോസ് ഒരിക്കലും കസ്റ്റമേഴ്സ് ബെയർ ചെയ്യേണ്ട കാര്യമില്ല. Therefore, cost per unit computation abnormal loss eliminate ചെയ്യണം. So number of units നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ആക്ച്വൽ യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് മാത്രമായിരിക്കണം എടുക്കേണ്ടത്. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഡയറക്ട്ലി എക്സാമ്പിൾ നമ്പർ 1ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുത്തത് കാരണമാണ് ബേസ് 100 യൂണിറ്റ്സ് മാത്രം എടുത്തത്. Now, does this mean ഇതെന്റെ ലോസ് അല്ല? ശരി, സമ്മതിച്ചു, കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ അബ്നോർമൽ ലോസ് നമ്മൾ എഫക്റ്റ് എടുക്കുന്നില്ല എന്ന് വെച്ച് അബ്നോർമൽ ലോസ് എൻ്റെ ലോസ് അല്ലാണ്ടാവും, എൻ്റെ നഷ്ടം അല്ലാണ്ടാവും? ഇല്ല. 10 യൂണിറ്റ്സിനും കൂടെ ചേർത്താണ് ഞാൻ 6500 രൂപ കൊടുത്തത്. കൊടുക്കുന്നതിന്റെ ഈ 10 യൂണിറ്റ്സിനും കൂടെ 6500 കൊടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ 10 യൂണിറ്റും കൂടെ വിറ്റ് കിട്ടുന്നത് വേണം എനിക്ക് കോസ്റ്റ് റിക്കവർ ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി ഈ 10 യൂണിറ്റ്സ് എനിക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. വിച്ച് മീൻസ് ഇതിനു വേണ്ടി ചെലവാക്കിയ കോസ്റ്റ് ഇസ് എ ലോസ് ഫോം, അല്ലേ? ആ ലോസ് ആണ് നമ്മൾ പറഞ്ഞത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പാടില്ല. പക്ഷെ അതെന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ എനെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് തന്നെയാണ്. Therefore, there is a journal entry for that loss. Now, how do you record that journal entry? ഇവിടെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചതൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? To opening stock, assuming 50 units. ഞാൻ യൂണിറ്റ് വൈസ് ഇപ്പോൾ എഴുതുന്നുള്ളൂ. To purchases another 50 units. അങ്ങനെ 100 units. By sales, assume ഈ 10% അല്ലാത്ത ബാക്കി ഫുൾ 10 യൂണിറ്റ്സും എന്ത് ചെയ്തു? ഞാൻ വിറ്റിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തതിന്റെ കോസ്റ്റ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിലോ സെയിലിൽ നിന്ന് ജനറേറ്റ് ചെയ്തത് ഓൺലി 90 യൂണിറ്റ്സ്. വിച്ച് മീൻസ് ഇപ്പൊ ഇവിടെ അർത്ഥം ഒരു ഗ്രോസ് ലോസ് വന്നു എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു ഈ ഒരു പെർട്ടിക്കുലർ ലോസ് എത്ര യൂണിറ്റ്സിന്മേലാണ് വരുന്നത്? 10 യൂണിറ്റ്സ്. അതായത് അബ്നോർമലി ലോസ്റ്റ് ആയ ആ യൂണിറ്റ്സ്. അത് ഒരിക്കലും ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ പെർട്ടിക്കുലർ 10 യൂണിറ്റ് എനിക്ക് ട്രേഡ് ചെയ്യാനേ പറ്റിയതില്ല. ഇതൊരിക്കലും എൻ്റെ ഗ്രോസ് പ്രോഫിറ്റിനെ ആയിരിക്കില്ല അപ്പോൾ അഫക്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ അൾട്ടിമേറ്റ് പ്രോഫിറ്റ് ആയ നെറ്റ് പ്രോഫിറ്റിനെ ആണ്. സോ വാട്ട് ഷുഡ് ബി ഡൺ? It is already included in the debit side of trading account as cost. So to eliminate it from trading, you have to credit it by abnormal loss 10 units.
അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 50, 50, 100 കിടപ്പുണ്ട്. ക്രെഡിറ്റ് സൈഡിലോ 90 യൂണിറ്റ്സും. അബ്നോർമൽ ലോസ് 10 യൂണിറ്റ് ട്രേഡിങ്ങിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം അത് പ്രോഫിറ്റ് ആണെന്നല്ല. സെയിൽസ് കൂടാതെ ട്രേഡിങ്ങിന് ക്രെഡിറ്റ് സൈഡിൽ എന്തും കൂടെ വരും? പർച്ചേസ് റിട്ടേൺ വരാം അല്ലേ? പർച്ചേസ് റിട്ടേണിന്റെ അർത്ഥം അതെന്റെ ലാഭമാണെന്നാണ്. അല്ല, ഡെബിറ്റ് സൈഡിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഒന്നെങ്കിൽ ആ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ പർച്ചേസിൽ നിന്ന് കുറച്ച് നെറ്റ് കാണിക്കാം, അല്ലെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? പർച്ചേസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്ത് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ അബ്നോർമൽ ലോസിന്റെ ക്രെഡിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിടപ്പുണ്ട്, അതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റിൽ ക്രെഡിറ്റ് ചെയ്യുക ബൈ അബ്നോർമൽ ലോസ്. എന്നിട്ട് ഇത് എങ്ങോട്ടേക്ക് പോകും? ഗ്രോസ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോട്ട് എമൗണ്ട് ഒന്നും ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല. ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത് ക്യാരി ഫോർവേഡ് ചെയ്ത് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു എമൗണ്ട് എഴുതുക. ഈ ലോസ് ഞാൻ പറഞ്ഞു ട്രേഡിങ്ങിൽ എൻ്റെ ലോസ് അല്ല, എൻ്റെ ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതെൻ്റെ അൾട്ടിമേറ്റ് ലോസ് ആണ്. കാരണം ഇതിനു വേണ്ടി ചിലവാക്കിയ 10 യൂണിറ്റ്സിന് വേണ്ടി ചിലവാക്കിയ ക്യാഷ് ഒന്നെങ്കിൽ ഞാൻ ഓൾറെഡി കൊടുത്തു കാണും, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ ലൈബിലിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ എക്സ്പെൻസ് തന്നെയാണ്, എക്സ്പെൻസ് അല്ല എൻ്റെ ലോസ് തന്നെയാണ്. ആ ലോസ് എവിടെ നിന്ന് പോകണം? എൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്. എങ്ങനെ പോകും? P&L-നെ ഡെബിറ്റ് ചെയ്യുക ടു അബ്നോർമൽ ലോസ് ദ എമൗണ്ട്. ഇങ്ങനെയാണ് ഇതിന് എൻട്രി വരുന്നത്. ഇനി ഇവിടെയും നമ്മൾക്ക് 2 പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അബ്നോർമൽ ലോസ് നമ്മൾ 10 യൂണിറ്റ് എന്ന് പറഞ്ഞു. ഇനി പറയൂ, എത്രയായിരിക്കും ആ 10 യൂണിറ്റിന് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്? 10 യൂണിറ്റ് എന്നാണ് നമ്മൾ ട്രേഡിംഗ് എഴുതാൻ പോകുന്നത്, അല്ല, അതിന്റെ വാല്യൂ ആണ്. സോ എലിമിനേറ്റ് ചെയ്യേണ്ട അബ്നോർമൽ ലോസിന്റെ വാല്യൂ എത്രയാണ്? That will be arrived as number of units lost, abnormal loss വന്നതിന്റെ യൂണിറ്റ് multiplied by the cost per unit you have computed just above, which is 65. That is 650 rupees. So ഇവിടെ 10 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എത്ര രൂപ എഴുതും? 650 rupees. എന്നിട്ട് അത് തന്നെ P&L-ലേക്ക് നമ്മൾ ലോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി P&L-ലേക്ക് ലോസ് ആയിട്ട് 650 റെക്കോർഡ് ചെയ്താൽ, ഇമാജിൻ യു ഹാഡ് ആൻ ഇൻഷുറൻസ് ക്ലെയിം. ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് വന്നാലോ എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ചെങ്കിലും റിസ്ക് കവറേജ് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇൻഷുറൻസ് ക്ലെയിം എടുത്തെന്ന് വെക്കാം. ആ ഇൻഷുറൻസ് ക്ലെയിമിൽ 300 രൂപ നമുക്ക് റിസീവ് ചെയ്തു, അല്ല റിസീവബിൾ 300 രൂപ ക്ലെയിം തരുമെന്ന് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശരിക്കും എൻ്റെ നഷ്ടം എത്രയാണ്? 650 രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, പക്ഷേ ഇൻഷുറൻസ് കമ്പനി എനിക്ക് എത്ര തരും? 300. അപ്പം എൻ്റെ അൾട്ടിമേറ്റ് ലോസ് ഓൺ ദിസ് 10 യൂണിറ്റ്സ് എത്രയാണ്? 650 minus 300. നെറ്റ് ലോസ് or actual loss on this 10 units, 350. So you have two ways of presenting this in trading account. ഒന്നെങ്കിൽ അബ്നോർമൽ ലോസ് ആദ്യമേ ഫുള്ളി ഡെബിറ്റ് സൈഡിൽ ലോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ക്രെഡിറ്റിൽ ബൈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ് 300. ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് എന്തായി മാറി? അബ്നോർമൽ ലോസ് P&L-ലേക്ക് ഡെബിറ്റ് പോയി 350. ഓർ you can also show as 2 abnormal loss. എന്നിട്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ ഈ കമ്പ്യൂട്ടേഷൻ എഴുതിക്കോളൂ. ടോട്ടൽ ലോസ് മൈനസ് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം കിട്ടിയത് 350. ഒന്നെങ്കിൽ രണ്ട് സൈഡിലും റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് എഫക്റ്റ് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഇനി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 1 രൂപ പോലും ക്ലെയിം കിട്ടിയിട്ടില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഏത് എൻട്രി മാത്രം വരും? 2 abnormal loss 650. ഈ ക്രെഡിറ്റ് സൈഡിലുള്ള 300 വരില്ല. സോ അൾട്ടിമേറ്റ്ലി നോക്കിയാൽ അബ്നോർമൽ ലോസ് നമ്മൾക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ആവണം. അതിനുവേണ്ടി ആദ്യം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രേഡിങ്ങിൽ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ കോസ്റ്റ് പ്രൈസിലുള്ളത് കാരണം അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതെടുത്ത് P&L-ലേക്ക് കൊണ്ടുവരുന്നു. P&L-ന്റെ ഡെബിറ്റ് സൈഡിൽ ലോസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു.
റെക്കോർഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഫുൾ എമൗണ്ട് ലോസ് കാണിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിനെ സെപ്പറേറ്റ്ലി ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ട് ടോട്ടൽ ലോസിനെയും ക്ലെയിം കിട്ടിയതിനെയും കൂടെ നെറ്റ് ഓഫ് ചെയ്ത് റിമൈനിങ് ആക്ച്വൽ ലോസ് ഓൺ ദിസ് 10 units alone you can show it as abnormal loss in P&L. Thus അൾട്ടിമേറ്റ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ ലോസ് അഡ്ജസ്റ്റ് ആവും, പക്ഷെ ഒരിക്കലും ഇത് കസ്റ്റമറിലേക്ക് പാസ് ഓൺ ആവില്ല. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ നല്ലപോലെ ഈ രണ്ട് എക്സാമ്പിൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ ഒരു ചാപ്റ്ററിലും ഇനി വരുന്ന പല ചാപ്റ്റേഴ്സിലും നമ്മൾ അബ്നോർമൽ ലോസ്, നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് thoroughly. With that, I'm going to wind up today's class. ഇനി കമ്മീഷൻ്റെ ഒരു ചെറിയ തിയറി ഉണ്ട്, and then we will go ahead and start preparing or start learning about journal entries and ledger preparation. Now let me just discuss just one more topic called account sale. Account sales എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലൊക്കെ വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാനോ എന്താണെന്ന് ചോദിച്ചെന്നിരിക്കും. അക്കൗണ്ട് സെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് ലെഡ്ജർ അല്ല, അല്ലെ സെയിൽസ് അക്കൗണ്ട് അല്ല. അക്കൗണ്ട് സെയിൽസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി. അപ്പോൾ കൺസൈനി ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വെക്കും? എത്ര യൂണിറ്റ്സ് കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ വിറ്റു, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര എണ്ണം ഗോഡൗണിൽ ബാക്കിയുണ്ട്, അങ്ങനെ ഫുൾ ഇൻഫർമേഷൻ based on sales done by consignee on behalf of consignor ആണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുള്ളത്. എന്നിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് മന്ത്ലി ഓർ സം ഫ്രീക്വൻസിയിൽ ആർക്ക് കൊടുക്കും? കൺസൈനറായ മിസ്റ്റർ എക്ക് സബ്മിറ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് കൺസൈനർ prepares or records sale. അപ്പോൾ ഈ സെയിൽ എല്ലാ സെയിലും നടക്കുമ്പോൾ കൊടുക്കണമെന്നില്ല. കൺസൈനി മന്ത്ലിയോ ഒരു ഫ്രീക്വൻസിയിൽ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് എത്ര സെയിൽസ് യൂണിറ്റ്സ് നടത്തി, എത്ര ബാക്കി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഫുൾ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ കൺസൈനറുടെ കയ്യിൽ കൊടുക്കും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും കൺസൈനർ കമ്മീഷൻ ഫിക്സ് ചെയ്യുന്നതും സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതും കമ്മീഷൻ കമ്പ്യൂട്ട് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതും ഒക്കെ. സോ അക്കൗണ്ട് സെയിൽസ് നിങ്ങൾക്ക് തിയററ്റിക്കലി പഠിക്കാനുള്ളൂ. അക്കൗണ്ട് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ഒന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാനില്ല. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വന്നെന്നിരിക്കാം സെയിൽസ് ആസ് പെർ അക്കൗണ്ട് സെയിൽസ് ഓർ ഇൻഫർമേഷൻ ഫ്രം അക്കൗണ്ട് സെയിൽസ് സോ ആൻഡ് സോ. അതിനുവേണ്ടി ഞാൻ തിയറി എന്ന് പറഞ്ഞാണ്. ഇതെല്ലാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും ഉണ്ട് തിയറി. പ്ലീസ് ഗോ ahead and read that as well. ഇനി പറയാനുള്ള കമ്മീഷൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ തിയറീസ് we will take up in next class. So I hope we have covered the basics of consignment and you're thorough with what we have learned till now. Please go ahead and try to understand in depth. നാളെ നമ്മൾ journal entry എഴുതും, and then along with that we will start preparing ledgers.